നമസ്കാരം, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സൗണ്ടിന് എന്താണ് ഇത്ര ബാസ് എന്നല്ലേ. സൗണ്ട് പോയിരിക്കുകയാണെങ്കിൽ തീരെ സുഖം ഉണ്ടായിരുന്നില്ല ഈ ഒരാഴ്ചയായിട്ട്. അപ്പോൾ എന്നെ തന്നെ ഞാൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന് ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ. കാരണം നമുക്കറിയാലോ വയ്യാണ്ട് നമുക്ക് കുറച്ചൊരു മെൻ്റലി ഫിസിക്കലി ഒക്കെ കുറച്ചൊന്ന് ലോ ആവും. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് ഞാൻ. അപ്പോൾ എനിക്ക് എന്നെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരു സിമ്പിൾ മേക്കപ്പ് വീഡിയോ, അതായത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോന് മുമ്പേ ഞാനൊരു കുട്ടി സ്കിൻ കെയറും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് സ്കിൻ കെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്കിൻ കെയർ ചെയ്തതിന് ശേഷം നമ്മളുടെ മേക്കപ്പ് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. ചാനലൊന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഡെർമ വൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ പാക്കേജിങ് വരുന്നത്. ഓട്ട്മീലൊക്കെ ചേർന്നിട്ട് വരുന്ന വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അതേപോലെ തന്നെ നമ്മൾ സ്കിന്നിൻ്റെ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് മനസ്സിലാവും. ഭയങ്കര ഒരു സ്മൂത്ത് ആൻഡ് ജെൽ ലൈക്ക് ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. നമ്മളിത് നന്നായിട്ട് ഫേസിൽ ലാതർ ചെയ്യുമ്പോഴും ഒരുപാട് സോപ്പുള്ളൊരു ഫീലും ഒന്നുമില്ല. കാരണം സോപ്പ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ മൈൽഡായിട്ട് നമ്മുടെ സ്കിന്നിൽ ഫീൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോയ്സാണ് ഈ ഒരു ഫേസ് ക്ലെൻസർ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ് കേട്ടോ. ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ വിത്ത് വിറ്റാമിൻ ഇ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് സ്കിന്നിന് ഓയിലി ആയിട്ടുള്ളൊരു ഫീലും ഇല്ല. അതേസമയം എത്ര വേണം അത്ര മാത്രം രീതിയിലുള്ള ഒരു നറിഷ്മെൻറ്റ് കിട്ടുന്ന രീതിയിലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് സ്കിന്ന് ഒരു മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അധികം പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ലിബറലി സ്കിന്നിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ മെഡിസിനും കാര്യങ്ങളൊക്കെ കുടിക്കുന്നതിനൊരു സ്കിന്ന് ഭയങ്കര റഫ് ആൻഡ് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോകും. ഈ പ്രോഡക്റ്റ് ഒട്ടും തന്നെ ഗ്രീസ് ആയിട്ട് കിടക്കുക അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോകും. കിടക്കുന്ന രീതിയിലൊന്നുമില്ല. അറ്റ് ദ സെയിം ടൈം സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ സ്കിൻ കെയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ മെഡിസിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്ന് മൊത്തത്തിൽ ഡ്രൈ ആയി കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മുട്ടിൻ്റെ ഈ ഒരു ഏരിയയിലൊക്കെ ആ ഒരു സ്ട്രോബെറി സ്കിന്നൊക്കെ വെച്ചിട്ട് വന്നിട്ട് വളരെ നാശമായിട്ട് കിടക്കുകയാണ്. ഞാൻ ഈ ഡെർമ വൈവിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡ്രൈ സ്കിൻ കണ്ടീഷൻസിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇത് നമുക്ക് ഫേസിലും ബോഡിയിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. പ്രോഡക്റ്റ് എസ്പെഷ്യലി നിങ്ങൾക്ക് എക്സിമ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയുള്ള പ്രോഡക്റ്റാണ്. ആൻഡ് ആഫ്റ്റർ ഷേവ്, നിങ്ങൾ ഷേവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്കിന്ന് റഫായി അല്ലെങ്കിൽ സ്കിന്ന് കുറച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇറിറ്റേഷനും കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിത് ആ ഒരു സ്പെസിഫിക് സ്പോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സ്പെഷ്യലി സ്ട്രോബെറി സ്കിന്നുള്ള ആളുകൾക്ക് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. കുറച്ച് എടുത്തിട്ട് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇതും. മുട്ടിൻ്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കിൻ കെയർ ആൻഡ് ബോഡി കെയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ മേക്കപ്പിലേക്ക് കിടക്കാം. ഇനിയുള്ള പാർട്ട് ഓഫ് വീഡിയോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. കാരണം ഇനി സംസാരിക്കാനുള്ള ഒരു ശേഷി എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുമയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ തുടരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ബാക്കിയുള്ള പാട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മേക്കപ്പ് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് ഒന്നല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൺസീലർ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മേബിളിൻ്റെ ഏജ് റിവൈൻ കൺസീലറും അതേപോലെ തന്നെ ലോറിയാലിൻ്റെ ഇൻഫാലബിൾ കൺസീലർ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഏജ് റിവൈൻ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ അത് ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതിന് മേലെയായിട്ട് നമ്മൾ ഇൻഫാലബിൾ ഇടാണ്. അത് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ സ്കിന്നിന് ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനൊക്കെ വേണ്ടി സഹായിക്കും കേട്ടോ. അതിനുശേഷം മെബലിൻ ഫിറ്റ് മീൻ്റെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രോഡക്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
അത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്യാം. ബ്ലൂ ഹെവൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഐബ്രോസ് വരച്ചു കൊടുത്തതിന് ശേഷം ആ സ്പൂലി തന്നെ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുത്താൽ പ്രോഡക്റ്റ് നന്നായിട്ട് സ്പ്രെഡായി കിട്ടും. മെബലിൻ്റെ കൊളോസൽ ഐലൈനറാണ് യൂസ് ചെയ്യണത്. അതിനുശേഷം ഷുഗറിൻ്റെ മസ്കാരയും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല മസ്കാര കേട്ടോ ഈ ഒരു മസ്കാര. ഇൻസൈറ്റിൻ്റെ ഈ ഒരു ബ്ലഷ് സ്റ്റിക്കാണ്, ബ്യൂട്ടിഫുള്ളാണ്. നല്ലൊരു എന്താ പറയുക നാച്ചുറൽ ലുക്കിംഗ് കൈൻഡ് ഓഫ് ഒരു ബ്ലഷാണ് കേട്ടോ ഇത്. ഷെയ്ഡും കാര്യങ്ങളും ലിങ്കും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഇൻസൈറ്റിൻ്റെ തന്നെ ക്രീം ഹൈലൈറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയും ലിങ്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. വളരെ നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള 2 പ്രോഡക്റ്റാണ്. അവസാനമായിട്ട് കളർ ബാറിൻ്റെ ഈ ഒരു ലിപ് ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് തന്നെ നാച്ചുറൽ എൻ്റെ ലിപ് കളറിനോട് ചേർന്ന് നിൽക്കുന്നൊരു ഷെയ്ഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും തന്നെ ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ ലുക്ക്. ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം.